നമസ്കാരം, ഞാൻ രശ്മി സരിൻ. എല്ലാവർക്കും രശ്മി സരിൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രുചികരമായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കൈമ റൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചൂടാക്കിയെടുത്തിരിക്കുന്ന പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് പൊട്ടി വരുന്നത് വരെ 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 ഉള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ പിഴിയൻ മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് പൊടികൾ ഒട്ടും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് ചെറിയൊരളവിൽ മാത്രമേ മല്ലിയിലയും പുതിനയിലയും ഉപയോഗിക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1/2 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടി ചേർത്ത് ഒന്നങ്ങ് ഇളക്കിയതിന് ശേഷം പുളി കുറവുള്ള 3 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളിയിലെയും തൈരിലെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1/2 കപ്പ് വീതം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും കോളിഫ്ലവറും ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികളിൽ ഏതിൻ്റെയെങ്കിലും രുചി ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം പച്ചക്കറികളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് പച്ചക്കറികളൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഈ ഒരു സമയത്ത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ചിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചാറൊന്ന് കുറുകി വരുന്നത് വരെ പാത്രം തുറന്നു വെച്ച് തിളപ്പിച്ചെടുക്കാം. മസാല തയ്യാറായി വരാനെടുക്കുന്ന 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേറെ അടുപ്പിൽ റൈസും തയ്യാറാക്കിയെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരി വെക്കാം. അതിനായിട്ട് ചൂടായി വന്നിരിക്കുന്ന പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരി ചേർത്ത് കൊടുക്കാം. രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ എണ്ണയിൽ കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് എല്ലാം ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പുറത്തിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവും. അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം പാകത്തിന് മൂത്ത് വരുമ്പോൾ കോരിയെടുക്കാൻ. 4 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്ന ഉള്ളി വറുത്ത് കോരിയെടുക്കാം. ഇനി അതല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ കൂടുതൽ എണ്ണ എടുത്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ വേണം. നേരത്തെ ഉള്ളി വറുത്ത് കോരി മാറ്റിയതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ബാക്കിയുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മസാലകളായിട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 1 ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കാം. കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നെയ്ച്ചോറിന് നല്ലൊരു രുചിക്ക് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം.
2.5 കപ്പ് അരിക്കുള്ള നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നത്. അതായത് 1/2 കിലോ അരിക്കുള്ള നെയ്ച്ചോറ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന അരിൻ്റെ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 2.5 കപ്പ് അരി ആയതുകൊണ്ട് 5 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1.25 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിലിടുന്ന ഉപ്പ് ഒരു പടി മുന്നോട്ട് നിൽക്കുകയാണെങ്കിലായിരിക്കും ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എണ്ണയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, നെയ്യ് ചേർത്തിരുന്നില്ല. അതുപോലെ തന്നെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനോ ചോറിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2.5 കപ്പ് കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. അരി കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല, കഴുകിയിട്ട് ഇപ്പം തന്നെ ഉപയോഗിക്കുകയാണ്. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം മുഴുവൻ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ചോറ് പാകത്തിന് വെന്തിട്ടും ഉണ്ടാകും, ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കുകയില്ല. അതാണ് ചോറ് വേവുന്നതിൻ്റെ പാകം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും, അതേപോലെ ചോറ് വേവുമില്ല. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ചോറും ഒന്ന് ദമ്മിടണം. ചോറ് തയ്യാറാക്കിയിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് തന്നെ ദമ്മിടാം. അതിനായിട്ട് ആദ്യം പകുതി ചോറങ്ങ് മാറ്റി വെക്കാം. ഇനി പകുതി ചോറിന് മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അതേപോലെ മസാല ഒരുപാട് ഡ്രൈ ആക്കിയിട്ടില്ല, കുറുകിയൊരു ചാറോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. റൈസിനും മസാലേൻ്റെ ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുകയാണ്. അവസാനമായിട്ട് റൈസിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചോറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാലിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം മഞ്ഞ കളറാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽ വരെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ചോറിന് നല്ല മയവും കിട്ടും, നല്ലൊരു കളറും കിട്ടും. ഇനി ആവി ഒട്ടും പുറത്തു പോകാതെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു പാനിന് മുകളിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറിലേക്ക് നന്നായിട്ട് ആവി കയറി ചോറൊക്കെ നന്നായിട്ട് ഉലർന്നു വന്നിട്ടുണ്ട്. ചോറെല്ലാം വിട്ടുവിട്ടാണ് കിടക്കുന്നത്, ചോറിന് നല്ല മയമുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചോറും മസാലയും കോരിയെടുക്കാം. അതേപോലെ ദം ചെയ്യാതെ തന്നെ ചോറും മസാലയും സെപ്പറേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ചോറും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല എടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. അതുപോലെ കുറച്ച് സോയാബീനോ ബ്രെഡോ അതല്ലെങ്കിൽ പനീറോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ദമ്മിടുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ സിമ്പിളായിട്ടുള്ള ബിരിയാണി നമുക്ക് ഒന്നുകൂടി ഒന്ന് രുചികരമാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ഒരു ലൈക്കും ഷെയറും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.